ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മൺഡേ, നമുക്ക് മൺഡേയിലെയും സൺഡേയിലെയും ന്യൂസ് പേപ്പേഴ്സ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നോക്കി തീർക്കാം. അപ്പൊ ആദ്യം ഇന്നത്തെ ഹിന്ദു, മൺഡേയിലെ ഹിന്ദുവിന്റെ എഡിറ്റോറിയലിലേക്ക് പോകാം. എഡിറ്റോറിയൽ രണ്ടും എളുപ്പമുള്ള എഡിറ്റോറിയലാണ്, രണ്ടും പൊളിറ്റിക്കൽ എഡിറ്റോറിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. റീസ്റ്റോറിംഗ് വേർഡിക്റ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം ഇന്ത്യയിൽ ഇപ്പൊ നടന്നൊരു ഇലക്ഷൻ, അത് വലിയ കാര്യമൊന്നുമില്ല. 13 ബൈ ഇലക്ഷൻസ് നടന്നു. 13 ബൈ ഇലക്ഷൻസ് എന്ന് പറയുമ്പോൾ പല സ്റ്റേറ്റുകളിലായിട്ട്, വെസ്റ്റ് ബംഗാളില്, ഉത്തരാഖണ്ഡില്, തമിഴ്നാടില്, പിന്നീട് ഹിമാചൽ പ്രദേശില്, അങ്ങനെ ഒരു 4-5 സ്റ്റേറ്റുകളിൽ ബൈ ഇലക്ഷൻസ് നടന്നു. ആ 13 ഇലക്ഷൻസ് ആയിരുന്നു, 13 സീറ്റുകളിലേക്കാണ് നടന്നത്. അതിൽ 10ലും ഇന്ത്യ ബ്ലോക്ക് വിൻ ചെയ്തു. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കോൺഗ്രസും മറ്റ് പ്രാദേശിക പാർട്ടികളും ചേർന്ന ബ്ലോക്കാണ്. 3 മാത്രം, അതിൽ 2 BJP വിൻ ചെയ്തോളൂ, ഒരിടത്ത് ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റുമാണ് വിൻ ചെയ്തത്. അപ്പൊ ഇത് ലോക്സഭാ ഇലക്ഷനിൽ തന്നെ BJP കുറെ തിരിച്ചടികൾ ഉണ്ടായത് നമുക്കറിയാം. അവർക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഒന്നും കിട്ടാതായി പോയി. അതിനുശേഷം വരുന്ന ഈ സംഭവത്തിലും BJPക്ക് നല്ല തിരിച്ചടിയായി കിട്ടിയത്. എസ്പെഷ്യലി വെസ്റ്റ് ബംഗാളിലൊക്കെ BJPയുടെ തന്നെ കയ്യിലിരുന്ന 3 സീറ്റുകളിൽ അവരുടെ BJPയുടെ MLA തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ അവിടുത്തെ റൂളിംഗ് പാർട്ടിയായ മമതാ ബാനർജിയുടെ പാർട്ടിയിലേക്ക്, അവിടുത്തെ ചീഫ് മിനിസ്റ്ററിന്റെ പാർട്ടിയിലേക്ക് അവര് ഡിഫെക്ട് ചെയ്തു. അവരൊക്കെ അവിടെ ജയിച്ചു. അപ്പൊ BJPക്കാണ് ആ 3 സീറ്റ് നഷ്ടപ്പെട്ടത്. പിന്നെ ഹിമാചൽ പ്രദേശിൽ ഇടയ്ക്ക് വെച്ച് BJP ഒരു കളി കളിച്ചായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഹിമാചൽ പ്രദേശ് ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. ഒരേ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് കോൺഗ്രസ് ഭരിക്കുന്നത് ഹിമാചൽ പ്രദേശാണ്. അപ്പം പിന്നെ തെലങ്കാനയും കർണാടക ഉണ്ട്, സൗത്ത് ഇന്ത്യയിലാണ്. അപ്പൊ ഈ ഹിമാചൽ പ്രദേശ് ഭരിക്കുന്ന ചീഫ് മിനിസ്റ്ററിന്റെ പേര് സുഖ്വീന്ദർ സിംഗ് സുഖു എന്നാണ്. സുഖ്വീന്ദർ സിംഗ് സുഖു എന്നാണ്. അപ്പൊ പുള്ളിയുടെ മന്ത്രിസഭയിൽ നിന്ന് 4-5 കോൺഗ്രസ് അംഗങ്ങള് കൂറുമാറി. പിന്നെ അവിടെ സപ്പോർട്ട് ചെയ്തിരുന്ന 3-4 ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു. അവർ ഇൻഡിപെൻഡൻസ്, അവർ കോൺഗ്രസിന്റെ ആൾക്കാരൊന്നും അല്ല. പക്ഷേ സ്റ്റിൽ ദേ വർ സപ്പോർട്ടിംഗ് കോൺഗ്രസ്, ബട്ട് ദേ ഓൾസോ ചേഞ്ച് ദെയർ പ്രിഫറൻസ് ടു BJP. പക്ഷേ പിന്നീട് ഇപ്പൊ നടന്ന ബൈ ഇലക്ഷൻസിൽ അവർ പലരും തോറ്റു. കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സ് ജയിച്ചു. കോൺഗ്രസിന് പഴയ ആ ഒരു സ്ട്രെങ്ത് അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കിട്ടി. അതുപോലെ പഞ്ചാബില് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ക്രോസ് ഓവർ ചെയ്ത് BJPയിലേക്ക് ഒരു കാൻഡിഡേറ്റ് പോയായിരുന്നു. അവിടെയും BJPയുടെ കാൻഡിഡേറ്റ് തോറ്റു, ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റ് ജയിച്ചു. അപ്പൊ ഇതിനൊരു ലാർജർ മെസ്സേജ്, BJP കളിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയമുണ്ട് ഇന്ത്യയിൽ. അതായത് റൂളിംഗ് ഒരു പാർട്ടിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം മെജോറിറ്റി കിട്ടിയാലും ആ പാർട്ടിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ചാടിക്കുന്നു BJPയിലേക്ക്. എന്നിട്ട് അവരുടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് മത്സരിപ്പിക്കുന്നു. അങ്ങനെ അവർ ജയിക്കുകയാണെങ്കിൽ അവിടുത്തെ കോൺഗ്രസോ അല്ലെങ്കിൽ ഏത് ഓപ്പോസിഷൻ പാർട്ടി ആണെങ്കിലും അവരുടെ ഭരണം അവിടെ അവസാനിക്കുന്നു, അല്ലെങ്കിൽ അവർ സബ്സ്റ്റാൻഷ്യലി വീക്കൻ ചെയ്യപ്പെടുന്നു. പക്ഷെ ആ ഒരു പൊളിറ്റിക്സിന് കിട്ടിയ തിരിച്ചടിയാണ് ഈ ഇലക്ഷനിൽ BJPക്ക് കിട്ടിയ തിരിച്ചടികൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ. അല്ലാതെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നും പറയല്ല, പക്ക പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. ഓക്കെ, അപ്പോ അതാണ്. ഇനി രണ്ടാമതെന്ന് വെച്ചാൽ അൺപ്രിൻസിപ്പിൾഡ് അലയൻസസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് ആക്ച്വലി ഇന്റർനാഷണൽ റിലേഷനായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും നമ്മളെ നെയ്ബറിംഗ് കൺട്രി, ഇപ്പൊ നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈസ് നെയ്ബർഹുഡ് ഫസ്റ്റ്. ഫസ്റ്റ് പോളിസി ഏതാണ്? നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയാണ്. അതായത് നമ്മളുടെ നെയ്ബർഹുഡിലുള്ള രാജ്യങ്ങൾ, നമ്മളുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, നമ്മളുടെ എപ്പോഴും ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ചിൽ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും. അതാണ് മോഡിയുടെ ഓത്ത് ടേക്കിംഗ് സെറിമണി, സത്യപ്രതിജ്ഞ ചടങ്ങിലൊക്കെ എപ്പോഴും നമ്മളുടെ നെയ്ബറിംഗ് കൺട്രീസിലെ പ്രൈം മിനിസ്റ്റേഴ്സിനെയും പ്രസിഡന്റുമാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന. മറ്റൊരെണ്ണം ആക്ട് ഈസ്റ്റ് പോളിസിയാണ്. ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 2 ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നെയ്ബർഹുഡ് ഫസ്റ്റ്, അതാണ് ഒരു പോളിസി, നെയ്ബർഹുഡ് ഫസ്റ്റ്. NEIBHOUR ആണ് ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. നെയ്ബർഹുഡ് ഫസ്റ്റ്, നെയ്ബർഹുഡ് ഫസ്റ്റ്. രണ്ടാമത്തത് പിന്നീട് ആക്ട് ഈസ്റ്റ്. ഈ ആദ്യത്തെ എന്താണെന്ന് പേരൊക്കെ തന്നെ മനസ്സിലാവും. നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നെയ്ബർഹുഡിനായിരിക്കും എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുക, അവർക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഇനി ആക്ട് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താനാണ്. ആസിയാൻ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, 10 മെമ്പർ ഗ്രൂപ്പിംഗ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിലെ മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണ്? സിംഗപ്പൂർ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, മ്യാൻമർ, ബ്രൂണൈ, ഇങ്ങനെ 10 രാജ്യങ്ങൾ.
ഈ 10 രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താനാണ് ആക്ട് ഈസ്റ്റ് പോളിസി. അത് അവിടെ നിൽക്കട്ടെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ എഡിറ്റോറിയലായിട്ട് അതിന് ഒരു ചെറിയ ബന്ധമുള്ള നെയ്ബർഹുഡ് ഫസ്റ്റ്, അത് മാത്രമാണ് ഇതുമായിട്ട് ബന്ധം. അതായത് നമ്മുടെ നെയ്ബർഹുഡിലുള്ള രാജ്യമായ നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു ഒരു സമയത്ത്. പക്ഷെ നേപ്പാളിൽ പിന്നീട് സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി അവർ സെക്യുലർ കൺട്രി ആയിട്ട് മാറി. നേപ്പാളില് മൊണാർക്കി ആയിരുന്നു അപ് ടു 1990 വരെ, 1990 വരെ, 90 തോന്നുന്നു, 1990 വരെ ഇവിടെ ഉണ്ടത് ഡേറ്റ് അല്ല ഇയർ. 1990 വരെ മൊണാർക്കി ആയിരുന്നു, അതായത് അവിടെ രാജഭരണമായിരുന്നു, ലൈക്ക് ഭൂട്ടാനെ പോലെ ആയിരുന്നു. പിന്നീട് ഒരു 18 വർഷക്കാലം അപ് ടു 2008 വരെ അത് ഈ പറഞ്ഞ ഹിന്ദു രാഷ്ട്രമായിട്ട് തന്നെ തുടർന്നു. മൊണാർക്കിയുടെ പീരീഡിലാണ് ഹിന്ദു രാഷ്ട്രമായിരുന്നത്. ഈ അബ്സല്യൂട്ട് മൊണാർക്കി എന്നുള്ളത് മാറി ഒരു മൊണാർക്കി വിത്ത് ഡെമോക്രസി ആയിട്ട് മാറി 1990 തൊട്ട് 2008 വരെ. മൊണാർക്കി രാജാവുണ്ട്, പക്ഷെ അവിടെ ഒരു ഭരിക്കാൻ ഒരു പ്രധാനമന്ത്രിയും ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ വന്നു 1990ക്ക് ശേഷം. പക്ഷെ 2008 മൊണാർക്കിയെ അബ്സല്യൂട്ട്ലി അവർ ഓവർത്രോ ചെയ്യാണ്. മൊണാർക്കിയെ രാജഭരണത്തെ എടുത്ത് വെളിയിൽ കളയുന്നു. കംപ്ലീറ്റ്ലി പക്ക ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് മാറുന്നു വിത്ത് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 2008. After that, Nepal changed its status from Hindu Rashtra to a secular country ആയിട്ട് മാറുന്നു. In that way, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ GK ലൊക്കെ പഠിക്കുന്നത് there is no Hindu country in the world. Hindu majority countries are there, but ഹിന്ദു ഒഫീഷ്യൽ റീജിയൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യവും ലോകത്തില്ല. മുമ്പത് നേപ്പാളായിരുന്നു. ഓക്കെ, ഇസ്ലാം ഒഫീഷ്യൽ റീജിയൻ ആയിട്ടുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട്, ക്രിസ്ത്യൻ ഒഫീഷ്യൽ റീജിയൻ ആയിട്ടുള്ള രാജ്യങ്ങളും ഉണ്ട്. പക്ഷേ ഹിന്ദു ഒഫീഷ്യൽ റീജിയൻ ആയിട്ടുള്ള ഒരേ ഒരു രാജ്യമുള്ളായിരുന്നു, നേപ്പാളായിരുന്നു. ബട്ട് ഇൻ 2008 they changed their constitution to secular constitution. In that way, Nepal changed to a secular country. Before that it was a ഹിന്ദു രാഷ്ട്ര. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി നേപ്പാളിനെ കുറിച്ച് ഇതൊന്നും അല്ല ഈ പറയാനുള്ള. നേപ്പാളില് 2008 ഈ പറഞ്ഞ പുതിയ കോൺസ്റ്റിറ്റ്യൂഷനും സെക്കുലർ ഡെമോക്രസിയും വന്നു, മൊണാർക്കി ഇല്ലാതാവുന്നു. പക്ഷേ അതിനുശേഷം അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയെ കുറിച്ചാണ്. അവിടെ രാഷ്ട്രീയപരമായിട്ട് യാതൊരു സ്ഥിരതയുമില്ല. ഗവൺമെന്റുകൾ ഫോം ചെയ്യുന്നത് എല്ലാം താഴെ വീഴുന്നു. എന്നിട്ട് പുതിയ ഓപ്പർച്യൂണിസ്റ്റിക് കോയിലിഷൻസ് വീണ്ടും ഉണ്ടാവുന്നു. വീണ്ടും പുതിയ പ്രധാനമന്ത്രിമാരുണ്ടാവുന്നു. ഈ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന പ്രചണ്ഡ അല്ലെങ്കിൽ പുഷ്പകമൽ ദഖൽ ഈസ് ദ നെയിം ഓഫ് ദാറ്റ് പ്രൈം മിനിസ്റ്റർ. ബട്ട് അദ്ദേഹത്തിന് ഒരു നിക് നെയിം പോലെയാണ് പ്രചണ്ഡ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ഒരു കോalition ഗവൺമെന്റ് റൺ ചെയ്തിട്ടുണ്ട്. അവിടെ മെയിൻ ആയിട്ട് 3 പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്റർ എന്ന് പറയുന്ന പാർട്ടി, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി, പിന്നെ നേപ്പാളി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ഈ 3 പാർട്ടികളാണ് ഉള്ളത്. യവന്മാര് 3 പേരും ഉള്ളതുകൊണ്ട് 3 പേർക്കും കുറച്ച് സീറ്റ് കിട്ടും, ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല. അപ്പൊ അവര് പ്രീ പോൾ അലയൻസസോ പോസ്റ്റ് പോൾ അലയൻസസോ ഒക്കെ ഉണ്ടാക്കി 2 പാർട്ടികളൊക്കെ ഏച്ച് കെട്ടിയായിരിക്കും ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ സത്യത്തിൽ ലാസ്റ്റ് ഇലക്ഷനിൽ പുഷ്പകമൽ ദഖൽ അല്ലെങ്കിൽ പ്രചണ്ഡയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്ററിന് വെറും 63 സീറ്റ്സേ കിട്ടിയുള്ളൂ. അയാൾ പാർട്ടിയുടെ 3ാം സ്ഥാനത്തായിരുന്നു. പക്ഷെ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്ത നേപ്പാളി കോൺഗ്രസും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉള്ളത് തമ്മിലുള്ള ഡിഫറൻസസ് മൂലം ഇവർക്ക് 2 പേരും കൂടെ കോalition ഉണ്ടാക്കി ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവര് ഈ 2 നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചേർന്നൊരു ഗവൺമെന്റ് ഫോം ചെയ്യും. അങ്ങനെയാണ് അവിടെ പുഷ്പകമൽ ദഖൽ അധികാരത്തിൽ വരുന്നത്. പക്ഷെ ഇപ്പം അതില് നേപ്പാൾ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി ഈ പറഞ്ഞ പുഷ്പകമൽ ദഖലിനുള്ള പിന്തുണ പിൻവലിച്ച് വീണ്ടും അവര് അവിടെ നേപ്പാളി കോൺഗ്രസുമായിട്ട് ചേർന്ന് അധികാരത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പുഷ്പകമൽ ദഖൽ അവിടെ ട്രസ്റ്റ് വോട്ടിൽ പരാജയം സംഭവിക്കുന്നു. പകരം KP ശർമ്മ ഒലി എന്ന് പറയുന്ന പുതിയ KP ശർമ്മ ഒലി പണ്ട് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ്. വീണ്ടും അവിടെ പ്രൈം മിനിസ്റ്റർ വന്നു KP ശർമ്മ ഒലി. പക്ഷെ ഇതുകൊണ്ട് നേപ്പാളിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ഒരു ഗുണം ഉണ്ടാവുന്നില്ല. നേപ്പാളിലെ ജനങ്ങൾ ആക്ച്വലി ഫെഡപ്പ് ആവുകയാണ്. അവർക്ക് ഡെവലപ്മെന്റൽ നീഡ്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോളിസിയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഈ കോalition ഗവൺമെന്റുകൾ ഉണ്ടാവുന്ന only to stick on to power. അപ്പം നേപ്പാളിന്റെ ഇൻട്രസ്റ്റുകൾ, നേപ്പാളിന്റെ പീപ്പിളിന്റെ അവിടുത്തെ ജനങ്ങളുടെ ഇൻട്രസ്റ്റുകൾ സാക്രിഫൈസ് ചെയ്യപ്പെടുന്നു ഈ ഇൻ ദ അൾത്താർ ഓഫ് ഓപ്പർച്യൂണിസ്റ്റിക് പൊളിറ്റിക്സ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നേപ്പാളിലെ ജനങ്ങൾക്ക് അവിടുത്തെ ഡെമോക്രസിയുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിലേക്ക് നേപ്പാൾ പോകുന്നതായിരിക്കും നല്ല എന്ന് ഹിന്ദു സജസ്റ്റ് ചെയ്യുന്നു. അതായത് അമേരിക്കയിലേക്ക് പോലെ.
ഈ അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി അല്ലേ മത്സരിക്കുന്നത്, അതുപോലെ ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവേണൻസിലേക്ക് പോകണം. പക്ഷെ ഹിന്ദു ഒരു കാര്യം ഇഗ്നോർ ചെയ്യുന്നത് എന്താണ് ഇവിടെ എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ, ഇന്ത്യയിലും അത് തന്നെയല്ലേ സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 2 ഇലക്ഷൻസ് ഒഴിച്ച്. ഇപ്പൊ 3ാമത്തെ ഇലക്ഷൻ വീണ്ടും കോalition ഗവൺമെന്റുകളായി. ഇപ്പം മോഡിയുടെ ഗവൺമെന്റ് കോalition ഗവൺമെന്റ് ആണ്. 1989 തൊട്ട് 2014 വരെ ഇന്ത്യയിൽ ഇത് തന്നെയായിരുന്ന അവസ്ഥ. അവിടെ ഓപ്പർച്യൂണിസ്റ്റിക് അലയൻസസ് ഫോം ചെയ്ത് പലപ്പോഴും ഗവൺമെന്റുകൾ താഴെ പോകുന്നു, വീണ്ടും വരുന്നു. നോട്ട് ബിക്കോസ് ഓഫ് എനി കമ്മിറ്റ്മെന്റ് ടു ദ നേഷൻ ഓർ എനി കമ്മിറ്റ്മെന്റ് ടു ഐഡിയോളജി. All the political parties were stitching up alliances for the sake of power, for the greed of power. That was happening in the 1990s and 2000 ബിഗിനിങ് വരെ അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ അതിന് ഇപ്പം വീണ്ടും അങ്ങനെ പോകാനുള്ള ഒരു സാധ്യത വീണ്ടും കൂടുതലാണ് ഇന്ത്യയിൽ. അപ്പൊ ഇന്ത്യയിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് അല്ലേ നല്ലത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നേപ്പാളിന്റെ കാര്യത്തിൽ ഹിന്ദു വലിയ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് തന്നെയായിരുന്നു ഇന്ത്യയുടെ അവസ്ഥയും കുറച്ചു കാലം മുമ്പ് വരെ. ഇനി അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് ഇലക്ഷനൊക്കെ ആകുമ്പോൾ. ഓക്കെ, അപ്പൊ അത് രണ്ടും ഹിന്ദുവിൽ എഡിറ്റോറിയൽ. ഇനി രണ്ടാമത്തെ ഇതെന്ന് വെച്ചാല് ഇനി ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ ദർ ഈസ് ഓൺലി സബ് ഗുഡ് ഇലക്ട്രൽ ന്യൂസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. ഇതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇതിൽ ശശി തരൂര് ഇന്ത്യയിൽ ഇലക്ഷൻ, ഫ്രാൻസിൽ ഇലക്ഷൻ, ഇംഗ്ലണ്ടിൽ ഇലക്ഷൻ, മറ്റ് കുറച്ച് രാജ്യങ്ങളിലേക്ക് ഇലക്ഷൻസ് എടുത്ത് പരിശോധിച്ചിട്ട് ഡെമോക്രാറ്റിക് വാല്യൂസിന് പല രാജ്യങ്ങളിലും ഒരു ഒരു ഡീഗ്രഡേഷൻ വരുന്നു. പല രാജ്യങ്ങളിലും ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പോളിസീസ് ഫോം ചെയ്യുന്ന ഡെമോക്രസീസ് ആയിട്ട് പല രാജ്യങ്ങളും മാറുന്നു. അദ്ദേഹം തന്നെ ഇന്ത്യ തന്നെ പറയുന്നുണ്ട് ഓട്ടോക്രസി. ആക്ച്വലി നരേന്ദ്രമോദി ഒരു ഹാസ് എ ടെൻഡൻസി ഓഫ് കോൺസെൻട്രേറ്റിംഗ് ഓൾ പവേഴ്സ് ഓൺ ഹിം. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും അത് ഒരു ഓട്ടോക്രാറ്റിക് സംവിധാനമാണ്, പക്ഷേ ഡെമോക്രസി എന്നാണ് പേര് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും മോഡിയുടെ ഭരണത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് എന്നുള്ള രീതിയിൽ ഒപ്പോസിഷൻ പാർട്ടീസിന് കുറച്ച് ട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ ഈ ഇലക്ഷനിൽ. അതൊരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് പറയുമ്പോഴും ഇപ്പോഴും മോഡി തന്നെ അവിടെ തിരിച്ച് അധികാരത്തിൽ വരികയാണ്. അപ്പൊ ഇതുപോലെ ഈ പല രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും റൈറ്റിസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ശക്തി കൂടുന്നു. ഈ വർഷം ഇലക്ഷനുകളുടെ വർഷമാണ്. ഈ ഇലക്ഷനുകളുടെ വർഷത്തില് ഇലക്ഷൻ നടന്ന പല രാജ്യങ്ങളിലെയും അവസ്ഥ അതാണ്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് അദ്ദേഹം എടുത്ത് അനലൈസ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ അതിൽ നമുക്ക് നമ്മളുടെ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കത് അവിടെ എഴുതിയെടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു അനാലിസിസിന് വിധേയമാക്കിയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളല്ല. പക്ഷേ സ്റ്റിൽ ഈ ആർട്ടിക്കിൾ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു വേൾഡിൽ ഇപ്പോഴത്തെ ഒരു കറന്റ് ഡെമോക്രാറ്റിക് സിറ്റുവേഷനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടും. പിന്നെ താഴോട്ട് വരുമ്പോ ശശി തരൂരാണ് ഈ ആർട്ടിക്കിൾ എഴുതിയേക്കുന്നത്. താഴോട്ട് വരുമ്പോൾ ദ പ്രോബ്ലം വിത്ത് ദ കർണാടക ജിഗ് വർക്കേഴ്സ് ബിൽ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് ഈ റീസെന്റ് ആയിട്ട് ഞാൻ ഹിന്ദുവില് ഒരു എഡിറ്റോറിയൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കർണാടകത്തില് ജിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബില്ലുണ്ടാക്കി. ജിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാറ്റ്ഫോം, ഈ ആപ്പ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഇപ്പൊ ഓയോ അല്ലെങ്കിൽ ഓല അല്ലെങ്കിൽ യൂബർ അല്ലെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോംസ്, ആപ്പ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ്, അവരെ എംപ്ലോയേഴ്സ് ആയിട്ടല്ല കൂട്ടുന്നത്. അവര് ജസ്റ്റ് അഗ്രഗേറ്റേഴ്സ് ആണ്. അതില് വരുന്ന ഈ പറഞ്ഞ അതിന്റെ താഴെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ എംപ്ലോയീസ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, അവരെ പാർട്ട്നേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള അഗ്രഗേറ്റേഴ്സിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പാർട്ട്നേഴ്സ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ there is no employee-employer relationship. Since there is no employee-employer relationship, these employees are subjected to various kinds of exploitation, and these people are not entitled to many of the social security protections used to get for the recognized employees in an organized setup. Like provident fund, maternity benefits, gratuity, all these benefits are
given to the proper employees working in an organized sector. But these gig workers are not entitled for such kind of protection only because of the fact that they are not considered as employees. Okay. ഈ എംപ്ലോയർ റിലേഷൻഷിപ്പ് പ്രോപ്പർലി ജിഗ് വർക്കേഴ്സിന്റെ കാര്യത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജിഗ് വർക്കേഴ്സ് ആരാണെന്ന് മനസ്സിലായത് ഇതുപോലുള്ള ഈ അഗ്രിഗേറ്റേഴ്സിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ് ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആദ്യം രാജസ്ഥാനില് ഒരു നിയമം വരുന്നു, രാജസ്ഥാൻ പ്ലാറ്റ്ഫോം ബേസ്ഡ് ജിഗ് വർക്കേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് വെൽഫെയർ ആക്ട് 2023. അതാണ് ഇന്ത്യയിൽ ആദ്യം ജിഗ് വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വരുന്ന ആക്ട് എന്ന് പറയുന്നത്, രാജസ്ഥാൻ പ്ലാറ്റ്ഫോം ബേസ്ഡ് ജിഗ് വർക്കേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് വെൽഫെയർ ആക്ട്. ഇതിനുശേഷം കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഇപ്പൊ കഴിഞ്ഞ മാസം കൊണ്ടുവന്നത് കർണാടക പ്ലാറ്റ്ഫോം ബേസ്ഡ് ജിഗ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ബിൽ 2024. ബില്ലായിട്ടേ ഉള്ളത്, ഇതൊരിക്കലും ആക്ട് ആയിട്ടില്ല. പക്ഷെ ഇത് രണ്ടിനും ഉള്ള പോരായ്മ, ഇവിടെയും എംപ്ലോയി റിലേഷൻഷിപ്പ് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. As far as these rules are not defining, അല്ലെങ്കിൽ they are vaguely only defining these employees. അവരെ എംപ്ലോയി ആയിട്ടൊന്നും അല്ല ഡിഫൈൻ ചെയ്യുന്നത്. അവിടെ അഗെയിൻ അഗ്രഗേറ്റർ ആയിട്ട് തന്നെയാണ്, അഗ്രഗേറ്റർ ആൻഡ് പിന്നീട് എന്താ പറയുന്ന ഈ പാർട്ട്നേഴ്സ്, അഗ്രഗേറ്റേഴ്സും പാർട്ട്നേഴ്സ്. അഗ്രഗേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കമ്പനീസ്, പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇവര് ജോലി ചെയ്യുന്നവര്. അങ്ങനെ തന്നെയാണ് ഇവിടെ ഈ കർണാടകത്തിലെ ബില്ലിലാണെങ്കിലും രാജസ്ഥാനിലെ ബില്ല് ആക്ട് ആയിട്ട് മാറി, ആക്ടിലാണെങ്കിലും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുഴപ്പം ഈ എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യാത്തതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഈ ജിഗ് വർക്കേഴ്സിന് ഫ്രീഡം ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് ജോലി ചെയ്യാനും ഇഷ്ടമുള്ള സമയത്ത് മതിയാക്കി പോകാനും ഒക്കെയുള്ള ഫ്രീഡം ഉണ്ട്. അവർ ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രം ഒരുക്കി കൊടുക്കുക ചെയ്യുന്ന ആ ജോലി ചെയ്യാനുള്ള. അതുകൊണ്ട് തന്നെ അവര് ഒരു എംപ്ലോയി സാധാരണ എംപ്ലോയി റിലേഷൻഷിപ്പിൽ അങ്ങനെ പറ്റുമോ? ഞാനിപ്പോൾ ഒരു എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് ഇഷ്ടമുള്ള സമയത്തല്ല ജോലി ചെയ്യാൻ പറ്റട്ടെ, ഞാൻ പറയുന്ന സമയത്ത് ജോലി ചെയ്യാൻ വരണം, ഞാൻ പറയുന്ന സമയത്തേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു ഇതിലല്ല. ഇവർക്ക് ഇപ്പം സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ അങ്ങനെയാണ്, എനിക്കിപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് കയറി ജോലി ചെയ്യാം, ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങിപ്പോകാം. പക്ഷേ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല, ഇതിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് നടക്കുന്നുണ്ട്. കാരണം ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ വർക്കിംഗ് അവേഴ്സ്, അതുപോലെ വേജസ്, എവറിത്തിങ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ ഫ്രീഡം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ്, പക്ഷേ അവർക്ക് അങ്ങനെ ഫ്രീഡം ഇല്ല. അത് മാത്രമല്ല, ഈ സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഒക്കെ ഉണ്ടായി അവരുടെ പേയ്മെന്റിൽ. അപ്പം ആ പേയ്മെന്റിലുള്ള റിഡക്ഷൻ ഒക്കെ ഉണ്ടായപ്പം ഇപ്പം നോർമലി ഒരു വർക്കർ വർക്ക് ചെയ്യുന്നേക്കാളും കൂടുതൽ ജോലി ചെയ്താൽ മാത്രമേ ഇവർക്ക് അത്യാവശ്യം എമൗണ്ട് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഈ ഫീഡ്ബാക്ക് മെക്കാനിസം എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ സ്ക്യൂഡ് അഗെയിൻസ്റ്റ് ദ എംപ്ലോയർ ആണ്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയി പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ വലിയ പ്രോബ്ലം ഉണ്ട്. നിതി ആയോഗിന്റെ സ്റ്റഡി അനുസരിച്ച് 2030 കൂടി ഇന്ത്യയിൽ ഏതാണ്ട് 2-2.5 കോടി ആൾക്കാർ ജിഗ് വർക്കേഴ്സ് കാണുമെന്നാണ് പറയുന്നത്. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോലെ ലേബർ കോഡ്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2020 കുറച്ച് ലേബർ കോഡ്സ് കൊണ്ടുവന്നു. അതിൽ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയിൽ മാത്രമാണ് ജിഗ് വർക്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കോഡുണ്ട്, ലേബർ കോഡ്. അത് 2020 ലേബർ കോഡ്സ് ഒക്കെ വരുന്നത്. അപ്പൊ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയിൽ മാത്രം അവര് ഈ ജിഗ് വർക്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസ് അവർ കൊടുക്കണമെന്നുള്ളത് പറയുന്നത്, പക്ഷെ അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതേസമയത്ത് കോഡ് ഓൺ വേജസിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് ആൻഡ് ഓക്യുപ്പേഷണൽ സേഫ്റ്റിയിലോ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡിലോ ഇതിലൊന്നിലും അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റ് കാര്യം പറയുന്നത്. പിന്നെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൊണ്ടുവന്ന കർണാടകത്തിന്റെയും രാജസ്ഥാന്റെയും ഈ പറഞ്ഞ ജിഗ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്, വേറൊരു പ്രോബ്ലം, ഇവര് എല്ലാം ഒരു വെൽഫെയർ ബോർഡ് രൂപീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്. വെൽഫെയർ ബോർഡുകൾ, ഈ വെൽഫെയർ ബോർഡുകൾ ഓൾറെഡി പല മേഖലയിൽ പരീക്ഷിക്കപ്പെട്ട് ഇൻഎഫിഷ്യന്റ് ആണെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. പലപ്പോഴും ഈ വെൽഫെയർ ബോർഡുകളുടെ കയ്യിൽ ഫണ്ടൊക്കെ കാണും. പല രീതിയിൽ അവർ ഈ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസ, അങ്ങനെയൊക്കെ കുറെ ഫണ്ട് കാണും. അതുപോലെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യുന്ന പൈസ. പക്ഷേ ഈ ഫണ്ട് പ്രോപ്പർലി ഈ എംപ്ലോയേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന കാര്യത്തിലൊക്കെ പലപ്പോഴും പരാജയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെൽഫെയർ ബോർഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഇന്ത്യയിൽ ഇതുവരെയ്ക്കും സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള മേഖലകൾ വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇതിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് പ്രോപ്പർലി ഡിഫൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസ് കിട്ടാൻ പാടാണ്. അതുപോലെ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ്, അതുപോലെ പ്രോവിഡന്റ് ഫണ്ട് ബെനിഫിറ്റ്, അതുപോലുള്ള സംഭവങ്ങളൊന്നും കിട്ടത്തില്ല എംപ്ലോയി ഡെഫിനിഷൻ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ വെൽഫെയർ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു
കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പരീക്ഷിച്ച് പലയിടത്തും പരാജയപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഇഫക്റ്റീവ്ലി നടപ്പാക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയാം. ഓക്കെ, പിന്നെ ഈ പേജില് ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ പാർട്ടിയെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ ഓൺ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് CBI എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ അതിന്റെ കണ്ടന്റ് സിനോപ്സിസ് എന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, CBI നമുക്കറിയാം, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഈ CBIക്ക് ഒരു സ്റ്റേറ്റിൽ പോയിട്ട് ആ സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള ആ സ്റ്റേറ്റിന്റെ പരിധിക്കകത്ത് നടന്ന ഒരു കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ കൺസെന്റ് വേണമെന്നാണ്. അപ്പൊ ചില സ്റ്റേറ്റുകൾ CBIക്ക് ജനറൽ കൺസെന്റ് കൊടുക്കും. ജനറൽ കൺസെന്റ് കൊടുത്തിരുന്ന ഓരോ കേസിനും CBI ആ സ്റ്റേറ്റുകളുടെ കൺസെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കേരളം CBIക്ക് ജനറൽ കൺസെന്റ് കൊടുത്തിട്ടുണ്ടെന്നായിരിക്കും, ജനറൽ കൺസെന്റ്. അങ്ങനെയാണെങ്കിൽ ഓരോ കേസിലും CBI പോയിട്ട് സെപ്പറേറ്റ് കൺസെന്റ് എടുക്കേണ്ട കാര്യമില്ല ആ കേസ് അന്വേഷിക്കാൻ ആ സ്റ്റേറ്റ് ഗവൺമെന്റ്. ചില സ്റ്റേറ്റുകൾ പക്ഷെ റീസെന്റ് ആയിട്ട് CBI സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു ടൂളായിട്ട് ആക്ട് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റ് ചട്ടുകമായിട്ട് ആക്ട് ചെയ്യുന്നുള്ള ഒരു പരാതിയിൽ അവർ ജനറൽ കൺസെന്റ് വിത്ഡ്രോ ചെയ്തു. വെസ്റ്റ് ബംഗാളൊക്കെ ഈയിടയ്ക്ക് അങ്ങനെ ചെയ്തു. അപ്പോ പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ കേസിനും CBI ബംഗാൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർമിഷൻ എടുത്തിട്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റും. സോ എന്താണ് കാര്യം? ദർ ഈസ് നോ ജനറൽ കൺസെന്റ് ഫോർ CBI ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൾ ദ കേസസ് in that particular state. So they have to approach the state government for each and every cases and get permission to investigate those cases. പക്ഷേ സ്റ്റിൽ CBI പല കേസസും ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ അന്വേഷിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്, ജനറൽ കൺസെന്റ് വിത്ഡ്രോ ചെയ്തതിനു ശേഷം. അങ്ങനെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് സുപ്രീം കോടതി പോയി. അപ്പൊ സുപ്രീം കോടതി ഈ ഇടയ്ക്ക് CBIക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ അതിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡൊക്കെ ചോദിച്ചപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഹാജരായ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസി അല്ല CBI ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ആണെന്നൊരു സ്റ്റാൻഡ് എടുത്തു. പക്ഷെ അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അതൊരു വളരെ വലിയൊരു ഇതാണല്ലോ. കാര്യം സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതറിയാതെ അതൊരു പഠിച്ചോളണം. സോളിസിറ്റർ ജനറൽ ആൻഡ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഹി ഈസ് ദ man responsible for representing government of India in various courts of India, including Supreme Court and High Courts. എന്തെങ്കിലും ഇതുപോലെ ലീഗൽ ഇഷ്യൂ ഉണ്ടായ ഗവൺമെന്റിന് റെപ്രസെന്റ് ചെയ്യേണ്ട ലീഗൽ റെപ്രസെന്റേറ്റീവ് ആണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അതിപ്പോ വെങ്കിട്ടരമണിയാണ്. വെങ്കിട്ടരമണി. And there is a deputy for this attorney general, that is Solicitor General of India. Solicitor General of India, second highest law officer. His job is also to represent government of India in various courts of India. And his name is Tushar Mehta. അതേ ഒരു സ്റ്റാൻഡ് എടുത്ത് CBI സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലല്ല പ്രവർത്തിക്കുക, അതൊരു ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. പക്ഷെ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല. അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഈ ആർട്ടിക്കിൾ. ഇനി അടുത്ത ആർട്ടിക്കിൾ, ദ യൂണിയൻ ഗവൺമെന്റ്സ് റെയിൻ ഓൺ ഫിനാൻഷ്യൽ ട്രാൻസ്ഫേഴ്സ് ടു ഡിഫറെന്റ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. ഇത് വായിച്ചാൽ നിങ്ങൾക്ക്, ഞാൻ ഈ റീസെന്റ് ആയിട്ട് 2-3 തവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. അതിൽ മൊത്തം കുറെ കണക്കുകളാണ് പറയുന്നത്. അപ്പൊ ആ കണക്കുകളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിഞ്ഞില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ചുരുക്കം. യഥാർത്ഥത്തില് സെൻട്രൽ ഗവൺമെന്റിന്റെ നെറ്റ് ടാക്സ് കളക്ഷൻ ഈ നെറ്റ് ടാക്സ് കളക്ഷന്റെ 42% സ്റ്റേറ്റുകളുമായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ്. അത് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ ആണ്. 14th ഫിനാൻസ് കമ്മീഷന്റെ 14th അവരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതല്ല, പഠിച്ച് റെക്കമെൻഡ് ചെയ്യുന്നത് 14th ഫിനാൻസ് കമ്മീഷന്റെ. അത് 15th ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോഴത്തേക്ക് ഈ 42% കുറച്ച് 41% ആക്കി. സത്യത്തിൽ അത് കുറച്ചതല്ല, അത് സംഭവിച്ചത് ഈ 14th ഫിനാൻസ് കമ്മീഷന്റെ സമയത്ത് ജമ്മു ആൻഡ് കാശ്മീർ വാസ് എ സ്റ്റേറ്റ്. But at the time of 15th Finance Commission, Jammu and Kashmir was bifurcated into 2 union territories. അപ്പൊ യൂണിയൻ ടെറിട്ടറീസിന് ഇതിൽ നല്ല ഫണ്ടിങ്, സെപ്പറേറ്റ് വേറെ ഫണ്ടിങ് ആണ്. അപ്പൊ പിന്നെ ആ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഫണ്ടിങ് ഇതിൽ നിന്ന് കുറച്ചത് കൊണ്ടാണ് 41% ആയിട്ട് മാറിയത്.
ഇപ്പൊ 15th ഫിനാൻസ് കമ്മീഷന്. ഇനി നിലവിൽ അരവിന്ദ് പനഗരിയയുടെ നേതൃത്വത്തിൽ അരവിന്ദ് പനഗരിയ ഇസ് ദ ചെയർമാൻ ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ 16ാം ഫിനാൻസ് കമ്മീഷൻ വന്നു. അപ്പൊ അവര് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് മനസ്സിൽ വെച്ച് തീരുമാനിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇത് പറയുന്നത്. കാര്യം ഈ 41% സ്റ്റേറ്റുകൾക്ക് ഡെവല്യൂഷൻ ഉണ്ട്, അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ പറ്റിയൊരു കാര്യം, ഗവൺമെന്റിന് കഴിഞ്ഞ 2014 തൊട്ട് 2024 വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിയാൽ ഗവൺമെന്റിന് കിട്ടുന്ന നെറ്റ് ടാക്സ് റെസീപ്റ്റ്, നെറ്റ് ടാക്സ് കളക്ഷൻ ആണല്ലോ ഡിവൈഡ് ചെയ്യേണ്ടത്, ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ അബ്സല്യൂട്ട് ടൈംസിൽ നോക്കുമ്പോൾ സ്റ്റേറ്റുകൾക്ക് ഈ 42% കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതിന്റെ കാരണം, അല്ല 42 അല്ല, ഇപ്പൊ 41% കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതിന്റെ കാരണം അവർ പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രോസ് ടാക്സ് കളക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് ടാക്സ് കളക്ഷന്റെ 41% കിട്ടുന്നുണ്ട്, അത് കൊടുത്തേ പറ്റൂ. ഇപ്പൊ പക്ഷേ ഈ നെറ്റ് ടാക്സ് കളക്ഷനും ഗ്രോസ് ടാക്സ് കളക്ഷനും രണ്ടുണ്ട്. ഈ ഗ്രോസ് ടാക്സ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ടാക്സ് ആണ്, ഗ്രോസ് ടാക്സ്. അതിൽ നിന്ന് ഈ ടാക്സ് കളക്ട് ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചറും കുറച്ച് സെസ്സും കുറയ്ക്കുമ്പോഴത്തേക്കാണ് നെറ്റ് ടാക്സ് കളക്ഷൻ കിട്ടുന്നത്. ഈ സെസ് ആണ് ഗവൺമെന്റ് ഇപ്പോൾ ഒരു വലിയ പരിപാടി കാണിച്ചു. ഗവൺമെന്റ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്ന സബ്സ്റ്റാൻഷ്യൽ ചങ്ക് സെസ് ആയിട്ട് മാറ്റി. സെസ്സിന്റെ ഗുണം, സെസ് സ്റ്റേറ്റുകളുമായിട്ട് ഡിവൈഡ് ചെയ്യണ്ട. സെസ് എപ്പോഴും സെൻട്രൽ പൂളിലേക്ക് പോകും. സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന സെസ് അല്ല, അത് നോൺ ഡിവിസിബിൾ ആണ്. ദർ ഇസ് നോ നീഡ് ടു ഡിവൈഡ് ദാറ്റ് സെസ് ഓർ ഷെയർ ദാറ്റ് സെസ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. സോ അബ്സല്യൂട്ട് ടൈംസിൽ നോക്കാം, ഗ്രോസ് ടാക്സ് കളക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയത് എന്താണ്? സെസ് കളക്ഷൻ കൂടിയതുകൊണ്ടാണ്. അത് സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഈ സെസ് അത് അങ്ങനെ നോക്കുമ്പോൾ 30% to 35% മാത്രമേ സ്റ്റേറ്റുകൾക്ക് ഗവൺമെന്റ് കയ്യിൽ നിന്ന് ടാക്സ് കളക്ഷൻ കിട്ടുന്നുള്ളൂ. ഇത് സ്റ്റേറ്റുകളുടെ ഫിനാൻസസിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്, എസ്പെഷ്യലി പുവറർ സ്റ്റേറ്റുകളാണ്. അതാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളെ കുറിച്ചും സെൻട്രൽ സെക്ടർ സ്കീമുകളെ കുറിച്ചും അതിന്റെയൊക്കെ ഫണ്ടിങ്ങിനെ കുറിച്ചും ഒക്കെ. അപ്പം ഗവൺമെന്റിന്റെ ഈ നെറ്റ് ടാക്സ് കളക്ഷൻ സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ അത് അവർ കറക്റ്റ് ആ ഫോർമുല ഫോളോ ചെയ്തേ പറ്റുകൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് ടാക്സ് കളക്ഷൻ ഭയങ്കരമായിട്ട് കൂടി. പക്ഷെ അതനുസരിച്ച് സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. കാര്യം എന്താണ്? ഈ കൂടുന്നതല്ല അവർ സെസ് ആക്കി മാറ്റിയാണ്. സെസ് സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു അപ്പർ ഹാൻഡ് കിട്ടി, സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഫിനാൻസസ് പൂറായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് വായിച്ചു നോക്കുക, കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഞാൻ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് 2 ദിവസത്തെ പത്രം ഡിസ്കസ് ചെയ്യണം, അതുകൊണ്ടാണ്. പിന്നെ ജഗന്നാഥ് ടെമ്പിളിലെ ഭണ്ഡാരം ട്രഷറി 46 വർഷത്തിന് ശേഷം, നമ്മളെല്ലാം ജനിക്കുന്നതിന് മുമ്പാണ് അവസാനമായിട്ട് തുറന്നത്. ജഗന്നാഥ് ടെമ്പിൾ എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്, പുരിയിലാണ് ജഗന്നാഥ് ടെമ്പിൾ. അത് 46 ഇയേഴ്സിന് ശേഷം അതിന്റെ ട്രഷറി തുറന്നിരിക്കുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോ NTA കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീറ്റ് അല്ല, CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടല്ലോ, CUET റീടെസ്റ്റ് നടത്താമെന്നൊക്കെയുള്ള ഒരു ന്യൂസ് ആണ്. അത് നമുക്ക് ആവശ്യമുള്ള ഇതല്ല. അതിന് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അടുത്ത പേജിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളൊന്നും ഇല്ല. ഓക്കെ, അതിനടുത്ത പേജിൽ പോകുമ്പോൾ മോഡി ക്രോസസ് മൈൽ സ്റ്റോൺ ഓഫ് 100 million ഫോളോവേഴ്സ് ഓൺ എക്സ് ആണ്. ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. എക്സ് അറിയാമല്ലോ, നമ്മളുടെ പഴയ ട്വിറ്റർ എലോൺ മസ്ക് വാങ്ങിയതിനു ശേഷമാണല്ലോ എക്സ് എന്ന പേര് ആക്കിയത്. മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ് എക്സ്. അതിൽ 100 million ഫോളോവേഴ്സ് ക്രോസ് ചെയ്ത അപൂർവ രാഷ്ട്രീയക്കാരേ ഉള്ളൂ ലോകത്ത്. അതിൽ ഒരാളാണ് നരേന്ദ്രമോദി. 100 million ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ 10 crore ഫോളോവേഴ്സ്. പിന്നെ അവിടെ ആവശ്യമുള്ള വേറെ ന്യൂസ്, പ്രോഡക്റ്റ് ഇൻഫർമേഷൻ മെയ്ഡ് മാൻഡേറ്ററി ഓൺ ബൾക്ക് പാക്കേജസ് എന്നൊരു ന്യൂസ് കാണാം. സംഭവം വേറൊന്നുമല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഡിസൈഡഡ് ടു അമെൻഡ് ദ ലീഗൽ മെട്രോളജി പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് 2011 to ensure mandatory declaration of all information on pre-packaged commodities used for retail sale. അതിന്റെ കാരണം അതായത് നമ്മളെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി ഉണ്ടല്ലോ, അവരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു നിയമമുണ്ട്, ലീഗൽ മെട്രോളജി ബ്രാക്കറ്റിൽ പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസ് 2011. ലീഗൽ മെട്രോളജി ബ്രാക്കറ്റിൽ പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾ 2011. അവര് ഈ റീറ്റെയിൽ സെയിലിന് ഉപയോഗിക്കുന്ന എല്ലാ പാക്കേജ്ഡ് കമ്മോഡിറ്റീസിന്റെയും കംപ്ലീറ്റ് ഇൻഫർമേഷനും ആ പാക്കേജിന്റെ അകത്ത് ലേബലിംഗിൽ ഉണ്ടായിരിക്കണം എന്നൊരു റൂൾ ഇറക്കി. അതിന്റെ കാരണം വേറൊന്നുമല്ല, 25 kg മുകളിലുള്ള പാക്കേജ്ഡ് ഗുഡ്സിൽ പലതിലും
പ്രോഡക്റ്റ് ഇൻഫർമേഷൻ പക്കായിട്ട് റീറ്റെയിൽ സെയിലിനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. റീറ്റെയിൽസ് അതായത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 25 കിലോഗ്രാമിന് മുകളിലുള്ള 25 കിലോഗ്രാം താഴെയുള്ളതിന് പ്രോപ്പറായിട്ട് ലേബലിംഗ് ഉണ്ട്. പക്ഷെ 25 കിലോഗ്രാമിന് മുകളിലുള്ള പല പ്രൊഡക്റ്റുകളുടെയും ലേബലിംഗ് കംപ്ലീറ്റ്ലി അതിന്റെ ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യുന്ന രീതിയിലല്ല എന്ന് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി കണ്ടെത്തി. അതുകൊണ്ടാണ് അവർ ഈ റൂൾസ് അമെൻഡ് ചെയ്തത്, ലീഗൽ മെട്രോളജി പാക്കേജ് കമോഡിറ്റീസ് റൂൾസ് 2011. എന്നിട്ട് പറഞ്ഞു റീറ്റെയിൽ സെയിലിനുള്ളതാണെങ്കിൽ എത്ര KGക്ക് മുകളിലുള്ളതാണെങ്കിൽ അതിൻ്റെ അകത്ത് പക്ക ലേബലിംഗ് ഉണ്ടായിരിക്കണം എന്നാക്കി. അതാണ്. പിന്നെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ന് ബിസിനസ് പേജ് ഇല്ലല്ലോ, മണി വൈസ് പേജേ ഉള്ളൂ. ഇന്ന് മൺഡേ അല്ലേ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നു. അത് നമുക്ക് ഫ്രണ്ട് പേജിലെ മെയിൻ ന്യൂസ് ആണ്. ഫ്രണ്ട് പേജെല്ലാം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് പേജിൽ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. പിന്നെ KP ശർമ്മ ഒലി അപ്പോയിന്റഡ് നേപ്പാൾ പ്രൈം മിനിസ്റ്റർ. അത് ഞാൻ പറഞ്ഞതാണ്. KP ശർമ്മ ഒലിയാണ് നേപ്പാളിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. ഇത്രയും കാലം നമ്മൾ പ്രചണ്ഡ അല്ലെങ്കിൽ പുഷ്പകമൽ ദഹൽ എന്ന് പഠിച്ചു. ഇനി KP ശർമ്മ ഒലി എന്ന് പഠിക്കണം. പിന്നെ കോപ്പ അമേരിക്ക കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അതിന്റെ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും ആയില്ലായിരുന്നു. പിന്നീട് യൂറോ കപ്പ് കഴിഞ്ഞു. യൂറോ കപ്പ് ആര് ജയിച്ചു? യൂറോ കപ്പ് സ്പെയിൻ ജയിച്ചു. അതുപോലെ വിംബിൾഡൺ നമ്മളുടെ കാർലോസ് അൽക്കാരസ് ജയിച്ചു അല്ലെ. വിംബിൾഡൺ നൊവാക് ഡോക്കോവിച്ചിനെ തോപ്പിച്ചിട്ട് കാർലോസ് അൽക്കാരസ്, സ്പെയിൻകാരനാണ് അദ്ദേഹം. അപ്പൊ സ്പെയിൻകാർക്ക് ഡബിൾ ഡിലേറ്റ് ആണ്. സ്പെയിൻകാർക്ക് ലോകത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള 2 ടൂർണമെന്റുകൾ അവരുടെ താരങ്ങൾ ജയിച്ചിരിക്കുക. ഒന്നെന്ന് വെച്ചാൽ യൂറോ കപ്പ് എന്ന് പറയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കോണ്ടിനെന്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, അത് അവർ വിൻ ചെയ്തു. രണ്ടാമതായിട്ട് വിംബിൾഡൺ എന്ന് പറയുന്ന ടെന്നീസിൽ ഏറ്റവും മഹത്തായ ഏറ്റവും പഴക്കമേറിയ ഒരു കിരീടം അവരുടെ സിറ്റീസനായ കാർലോസ് അൽക്കാരസ് വിൻ ചെയ്തു. അപ്പൊ സ്പെയിൻ ഈസ് വെരി ലക്കി ടുഡേ ആൻഡ് നോട്ട് ഓൺലി ലക്കി, ദേ ആർ ആക്ച്വലി ഡിസേർവിംഗ് ഓൾ ദീസ് തിങ്സ്. കാർലോസ് അൽക്കാരസ് ഈസ് ദ ബെസ്റ്റ് അമംഗ് ദ കറന്റ് ക്രോപ്പ് ഓഫ് പ്ലേയേഴ്സ് ആൻഡ് Novak Djokovic is a shadow of his past because he is already 37 years old, and in tennis it is very old age. Actually, he is going to retire in the immediate future itself. So Carlos Alcaraz is the most deserved player to win Wimbledon. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാം ഡിസേർവിംഗ് തന്നെയാണ്. പിന്നെ സ്പെയിൻ എന്ന് പറയുന്ന ഫുട്ബോൾ ടൂർണമെന്റും അതുപോലെ ബ്രില്യൻറ്റ് ഫുട്ബോൾ ടീമും അതുപോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീമാണ് നമുക്കറിയാം. പിന്നെ വേറെ അവിടെ പറയാൻ ഒന്നുമില്ല സ്പോർട്സിൽ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ടൂർ ഡി ഫ്രാൻസിനെ കുറിച്ചുള്ള എല്ലാ ദിവസവും കാണുമല്ലോ. ഞാൻ ഇന്നും പറയുന്നതാണ് നിങ്ങളുടെ ടൂർ ഡി ഫ്രാൻസ്, ദ ഗ്രേറ്റസ്റ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ ദ വേൾഡ്. ടൂർ ഡി ഫ്രാൻസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഫ്രാൻസ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. പിന്നെ ഇന്ത്യയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗോൾഫ് താരമാണ് അനിർബാൻ ലാഹിരി. അദ്ദേഹത്തിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. ഗോൾഫ് താരം, ഈ താരങ്ങളുടെയൊക്കെ പേര് പഠിച്ചു വെച്ചേക്കണം, ചില എക്സാംസിനൊക്കെ ചോദിക്കുക. അനിർബാൻ ലാഹിരി. ഇത് ബാങ്ക് ടെസ്റ്റ് SSC പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് ഇത്തരത്തിലുള്ള പേരുകൾ വേണം. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ബോക്സിംഗ് താരം, നമ്മളുടെ പാരീസ് ഒളിമ്പിക്സിൽ ഗോൾഡ് നേടും എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ്, നിഷാന്ത് ദേവ്. ഹീസ് അസോസിയേറ്റഡ് ടു ബോക്സിംഗ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം, ട്രംപ് സർവൈവ്സ് അസാസിനേഷൻ ബിഡ് അറ്റ് US പോൾ ക്യാമ്പയിൻ റാലി. എനിക്ക് തോന്നുന്ന ഇന്നലത്തോടുകൂടി അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സീൽ ചെയ്യപ്പെട്ടു. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ നവംബർ ഓൺലി, ബട്ട് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് ഡൊണാൾഡ് ട്രംപ് വിൽ വിൻ ബിക്കോസ് ഓൾറെഡി ഹി വാസ് ഇൻ ദ പോൾ പൊസിഷൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യെസ്റ്റർഡേ he faced an assassination attempt and he escaped only because of luck. അപ്പൊ അത് അദ്ദേഹത്തിന് കൂടുതൽ മൈലേജ് കിട്ടിക്കാൻ ചാൻസ് ഉണ്ട്. അവിടുത്തെ ഇലക്ഷൻ സിനാരിയോ തന്നെ ഇതോടുകൂടി മാറുമെന്നാണ് പറയപ്പെടുന്നത്. ട്രംപ് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട്. അല്ലെങ്കിൽ വല്ല അതിശയങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോ ഡെമോക്രാറ്റിക്, എന്തായാലും ബൈഡൻ ആണെങ്കിൽ ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ്സ് ജയിക്കാൻ പോണില്ല. ബൈഡന് ഡെമൻഷ്യ ആണെന്നാ പറയുന്നത്. അപ്പം പുള്ളിയെ അവിടെ ആരും ജയിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ബൈഡനെ വിത്ഡ്രോ ചെയ്തിട്ട് ചിലപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുതിയൊരു കാൻഡിഡേറ്റ് ഒന്നും നോക്കാണ്ട്. പിന്നെ നമ്മളിത് പറഞ്ഞ KP ശർമ്മ ഒലി, നേപ്പാളിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. പിന്നെ വേറെ ഒന്നുമില്ല അവിടെ. അതിനടുത്ത പേജിൽ പോകുമ്പോ മഹാരാഷ്ട്രയിലേക്ക് ഇലക്ഷൻ തുടങ്ങാൻ പോയാണ്, അതിനെ കുറിച്ചുള്ള ന്യൂസ്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്,
പിന്നീട് ഹരിയാന ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. ദീസ് ആർ ദ 4 places going to election within 1 or 2 months. സുഖ്വീന്ദർ സിംഗ് സുഖു, ഹിമാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കാണാം. പിന്നെ കാവേരി വാട്ടർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാം. അൽമാട്ടി ഡാം എവിടെയാണെന്ന് പഠിച്ചു വെച്ചാൽ അൽമാട്ടി ഡാം കർണാടകയിലാണ്. ഫേമസ് ആയിട്ടുള്ള ഡാം ആണ് അൽമാട്ടി ഡാം. ഇറ്റ് ഈസ് ഇൻ കർണാടക, സ്റ്റേറ്റ് ഓഫ് കർണാടക. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു. ഇന്നലത്തെ ഹിന്ദുവില് നമ്മൾ ഓൾറെഡി ഇന്ന് എഡിറ്റോറിയലായിട്ട് ഡിസ്കസ് ചെയ്ത ഇന്ത്യ ബ്ലോക്ക് വിൻസ് 10 out of 13 സീറ്റ്സ് ഇൻ അസംബ്ലി ബൈ പോൾസ്, അത് ഉണ്ട്. പിന്നെ ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഈ പേജിലും നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നോ ന്യൂസ് ടു ഡിസ്കസ്. ഈ പേജുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ തൊട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാണും. ജഗന്നാഥ് ടെമ്പിളിലെ ട്രഷറി ഓപ്പൺ ചെയ്തതിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിലുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതിലും ഉണ്ട്. പിന്നീട് ഈ കീർത്തി ചക്ര അവാർഡിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഇന്ത്യയില് സിവിലിയൻസിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതൊക്കെയാണ്? സിവിലിയൻസ് പറഞ്ഞാൽ നമ്മൾ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കി നമ്മൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി വലിയ സേവനം കാഴ്ചവെച്ചാൽ നമുക്ക് തരുന്ന പുരസ്കാരങ്ങൾ 3 പത്മ അവാർഡ്സ് ഉണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. And the highest civilian honor in India is Bharat Ratna. This year our M.S. Swaminathan also got it, Bharat Ratna. അപ്പോൾ ഭാരത് രത്നയാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ. അതിന്റെ താഴെ 3 പത്മ അവാർഡ്സ്, പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ. ദീസ് ആർ ദ സിവിലിയൻ അവാർഡ്സ് ഇൻ ഇന്ത്യ. അതേ സമയത്ത് നമ്മളുടെ പട്ടാളക്കാർക്ക് ഗ്യാരൻട്രി അവാർഡ്സ് ഉണ്ട്. അവര് വാർ ടൈമിലും പീസ് ടൈമിലും നടത്തുന്ന വാലിയന്റ് ആയിട്ടുള്ള എഫേർട്സിന്, ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന അവരുടെ ജീവത്യാഗത്തിന്, അല്ലെങ്കിൽ അവരുടെ ജീവത്യാഗം തന്നെ വേണമെന്നില്ല, അവർ ബ്രേവറി കാണിച്ചാലും മതി. അപ്പൊ പീസ് ടൈമിൽ കൊടുക്കുന്ന അവാർഡ്സും വാർ ടൈമിൽ കൊടുക്കുന്ന അവാർഡ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. വാർ ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് പരംവീർ ചക്ര. പരംവീർ ചക്ര വാർ ടൈമിലെ ഏറ്റവും ഹയസ്റ്റ് അവാർഡ്. അതായത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അങ്ങനെയൊക്കെ നടക്കുന്ന സമയമുണ്ടല്ലോ, ഇന്ത്യ ചൈന യുദ്ധം, അതൊക്കെ ഇന്ത്യയുടെ ഹിസ്റ്ററിൽ ആകെ 2 വാർ ഉണ്ടായിട്ടുള്ളൂ, ഇന്ത്യ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ചൈന. ഇതിലൊക്കെ കാണിക്കുന്ന ബ്രേവറിക്ക് കൊടുക്കുന്ന അവാർഡാണ് ഹയസ്റ്റ് അവാർഡ്. ഈ അവാർഡ് മാത്രമല്ല, വേറെ അവാർഡ്സ് ഉണ്ട് വാർ ടൈമിൽ. പക്ഷെ ഹയസ്റ്റ് വാർ ടൈം ഗാലൻട്രി അവാർഡ് ഈസ് പരംവീർ ചക്ര. അതേസമയത്ത് പീസ് ടൈമിലാകുമ്പം അത് അശോക ചക്രയാണ്. അശോക ചക്ര. പീസ് ടൈമിൽ എന്താണ്? പീസ് ടൈമിൽ എന്ന് പറയുമ്പോൾ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ട്, അതായത് പീസ് ടൈമിലല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ വാറില്ലല്ലോ. അപ്പൊ പീസ് ആണ് ആ സമയത്ത്. ആ പീസ് ടൈമിൽ ഉണ്ടാകുന്ന അറ്റാക്സ്, ടെററിസ്റ്റ് അറ്റാക്ക് ഇപ്പൊ നമ്മളൊക്കെ വായിക്കാറില്ലേ, ഇപ്പൊ കാശ്മീരിലൊക്കെ. അപ്പൊ ആ സമയത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് അശോക ചക്രയാണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഞാനൊരു പോർട്ടിന്റെ പേര് പറയാം. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് വെസ്റ്റ് ബംഗാളിലാണ്. അറിഞ്ഞിരിക്കുക, വെസ്റ്റ് ബംഗാളിൽ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്, കൊൽക്കട്ടയിൽ. ഓക്കെ. പിന്നെ ഈ മുംബൈയിൽ 2ാമത്തെ എയർപോർട്ട് എവിടെയാണ് വരുന്നത് അറിഞ്ഞിരിക്കുക. 2ാമത്തെ എയർപോർട്ട് മുംബൈയിൽ നിന്ന് ഒരു എയർപോർട്ട് ഒന്നും പോരാ. അപ്പൊ ഒരു ബിഗ് എയർപോർട്ട് മുംബൈയിൽ വരികയാണ്. അത് നവി മുംബൈയിലാണ്. നവി മുംബൈ അറിഞ്ഞിരിക്കുക. നവി മുംബൈ. അത് 2025 ഇനാഗുറേഷൻ ആണ്. നവി മുംബൈയിലെ പുതിയ എയർപോർട്ട്. ദിൻകർ ബാലു പാട്ടീൽ എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ദിൻകർ ബാലു, അത് ഓപ്പറേഷൻ ആവുന്നതിന് മുമ്പ് അതിന് പേരിട്ട് ദിൻകർ, DINKAR, ദിൻകർ ബാലു പാട്ടീൽ. അത് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡർ മരിച്ചയാളാണ്, ദിൻകർ ബാലു പാട്ടീൽ. അപ്പൊ ഇന്ത്യ വേൾഡിലെ ഫസ്റ്റ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ്, വേൾഡ്സ് ഫസ്റ്റ് അല്ല, ഇന്ത്യയിലെ ഫസ്റ്റ് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് നവംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കും. അത്
ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇവിടെ നടക്കുന്ന ഗോവയിലെ പനാജിയിലാണ്. പെർമനന്റ് വെന്യൂ ആണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, IFFI സ്ഥിരമായിട്ട് നടക്കുന്നത് ഗോവയിലെ പനാജിയിലാണ്. അതിനൊപ്പം വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് നടക്കുമെന്നാണ് ഈ ന്യൂസ് പേപ്പറിലുള്ളത്. ഓക്കെ, പിന്നെ ഈ അരുണാചൽ പ്രദേശ് ബോർഡറിലുള്ള, അരുണാചൽ പ്രദേശിലാണ് മെയിൻലി നമ്മുടെ ബോർഡർ ഏരിയാസിലുള്ള വില്ലേജസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേര് പഠിച്ചു വെച്ചാൽ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം നമ്മളുടെ ബോർഡറിലുള്ള വില്ലേജുകളെ എല്ലാ രീതിയിലും ഡെവലപ്പ് ചെയ്ത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്കീം. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, ഒപ്പം ടൂറിസം ഡെവലപ്പ് ചെയ്യും. അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. അത് എവിടെയാണ്? ബോർഡർ ഏരിയാസിൽ, മെയിൻലി അരുണാചൽ പ്രദേശിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോ ഈ പേജിൽ ബിസിനസ് പേജിൽ നമുക്ക് പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യമില്ല. സയൻസ് പേജ് സൺഡേയിൽ വരുന്നതാണ്, അത് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ വൈ ഈസ് മിലിറ്റൻസി ഓൺ ദ റൈസ് ഇൻ ജമ്മു. ഈ വൈ ഈസ് മിലിറ്റൻസി ഓൺ ദ റൈസ് ഇൻ ജമ്മു നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മു മേഖലയിൽ 2003 ശേഷം ജമ്മു മേഖലയിൽ വലുതായിട്ട് ടെററിസം ഇല്ലാതിരുന്നതാണ്. പക്ഷേ ജമ്മു മേഖലയിൽ അഗെയിൻ ടെററിസം ഈസ് റൈസിങ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് എന്ന എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പുള്ള എഡിറ്റോറിയലായിരുന്നു. അതിൽ പറയുന്നുണ്ട് കാരണങ്ങൾ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ഹൗ ഈസ് ഇന്ത്യസ് ഹണ്ട് ഫോർ ക്രിട്ടിക്കൽ മിനറൽസ് ഗോയിങ്. ഇത് നല്ലൊരു ആർട്ടിക്കിൾ ആണ്. ഈ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത് മെയിൻലി ഗ്രാഫൈറ്റ്, ഫോസ്ഫറൈറ്റ്, ലിഥിയം, ജെർമേനിയം പോലുള്ള സംഭവങ്ങളാണ്. ഇതിനെ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയാൻ കാര്യം മെയിൻലി ഒന്ന് നമ്മളുടെ ഇന്റഗ്രേറ്റഡ് ചിപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ മാനുഫാക്ചറിങ്ങിനൊക്കെ ഇതിൽ പല മിനറൽസും വേണം. രണ്ടാമതായിട്ട് ലോകം പതുക്കെ EV-യിലേക്കും ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കൊക്കെ മാറാൻ പോയാണ്. അപ്പൊ ഇതിനെല്ലാത്തിനും ബാറ്ററി മേക്കിങ്ങിന് വേണ്ട അതാണ് ഇതിൽ പല ക്രിട്ടിക്കൽ മിനറൽസ് ബാറ്ററി മേക്കിങ്ങിന്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് പല രാജ്യങ്ങൾക്കും ഒട്ടും ഇല്ല. ഇന്ത്യക്കും തീരെ ഇപ്പൊ പ്രൊഡക്ഷൻ ഇല്ല. നമ്മൾ എല്ലാ രാജ്യങ്ങളും മെയിൻലി ലോകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതുപോലുള്ള റെയർ മെറ്റൽ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസ് നമ്മളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത ചൈനയാണ്. പക്ഷെ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയും ഒക്കെ ചേർന്ന് ഒരു മിനറൽ അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോ ഇന്ത്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അതില് മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് എന്ന അതിന്റെ പേര്. മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്. ഇത് US ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയും ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇന്ത്യ ഒരുപാട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ പല വിദേശ രാജ്യങ്ങളിലും ഇത് അവിടെ പോയി അവിടുത്തെ ഈ മിനറൽ ബ്ലോക്കുകൾ വാങ്ങിയാണ് നമുക്ക് സപ്ലൈക്ക് വേണ്ടിയിട്ട്. ചൈനയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അർജന്റീനയിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് വാങ്ങിയിട്ടുണ്ട്, ലിഥിയം ബ്ലോക്ക്. അത് നമ്മൾ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് കൊണ്ടുവരും. അതിനുവേണ്ടി നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് കമ്പനികളുണ്ട്, നാൽക്കോ, ഹിന്ദുസ്ഥാൻ കോപ്പർ പോലുള്ള ഗവൺമെന്റ് കമ്പനികൾ. അപ്പൊ അതൊരു കാര്യം. രണ്ടാമതായിട്ട് ഇന്ത്യക്ക് അകത്ത് തന്നെ ചില നിക്ഷേപങ്ങൾ ചില സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിൽ റീസെന്റ് ആയിട്ട് ലിഥിയത്തിന്റെ വലിയൊരു നിക്ഷേപം കണ്ടെത്തി. അതൊക്കെ ഇപ്പൊ ഗവൺമെന്റ് ഇവിടുത്തെ കമ്പനീസിന് അതിൽ നിന്ന് ഈ പറഞ്ഞ മിനറൽസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ പല കമ്പനികളും പ്രൊഡക്ഷനിലൊക്കെ കുറച്ചൊന്ന് ആ ഒരു ലെവലിലേക്ക് ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വർഷങ്ങളെടുക്കും നമ്മളുടെ നിക്ഷേപങ്ങൾ ഈ പറഞ്ഞ പിന്നീട് പ്രൊഡക്ഷൻ നടത്തിയ സാധനങ്ങൾ നമുക്ക് കിട്ടാൻ. പിന്നെ ഇതിന്റെ പലതിന്റെയും ബെറ്റർ ടെക്നോളജി പോലും വേൾഡിൽ ഇതുവരെയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം. നമ്മളെ കാശ്മീരിലുള്ള നിക്ഷേപത്തിന്റെ കൂടെയൊക്കെ ക്ലേയും കൂടെയൊക്കെ ഉണ്ട്. അത് ക്ലേ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റി നമ്മളുടെ ലിഥിയം മാത്രം ഉണ്ടാക്കി അതിൽ നിന്ന് എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ബെറ്റർ ടെക്നോളജീസ് വേൾഡിൽ പോലും അവൈലബിൾ അല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ കുറെ പ്രോബ്ലംസ് നമ്മൾ ഇന്ത്യക്ക് അകത്ത് നേരിടുന്നുണ്ട്. ഇന്ത്യ എന്നത് നേരിടാൻ എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ. അതിനെക്കുറിച്ച് ഈ ആർട്ടിക്കിൾ. പിന്നെ പ്രൊഫൈൽസ് പേജ് എല്ലാ സൺഡേയിലും വരുന്നതാണ്. 3 ആൾക്കാരെ കുറിച്ച്. ഇത് ഒന്ന് നമ്മൾ പഠിക്കണം എന്ന് എനിക്ക് അഭിപ്രായമല്ല. ഒന്നെന്ന് വെച്ചാൽ ഒരു ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിനെ കുറിച്ചാണ്. നമ്മളുടെ ഫ്രാൻസിൽ ഇപ്പം നടന്ന ഇലക്ഷനിൽ അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളാണ് ഒന്നാം സ്ഥാനത്ത് വന്നതേ ഉള്ളൂ. അവിടെ ആർക്കും ഭൂരിപക്ഷം ഇല്ല. 2ാം സ്ഥാനത്ത് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ പാർട്ടി വന്നു. 3ാം സ്ഥാനത്ത് അവിടുത്തെ റൈറ്റ് വിംഗ് പാർട്ടി വന്നു, അവിടുത്തെ മരിൻ ലീ പെൻ എന്ന് പറയുന്ന ലേഡിയുടെ പാർട്ടി. അപ്പൊ അതിൽ ഈ ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. താഴോട്ട് വരുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ ജയിച്ച ഒരു MPയെ കുറിച്ചാണ്. പുള്ളി ജയിലിലാണ്, പുള്ളിയെ കുറിച്ചാണ്. പിന്നെ ജെറമി കോർബിൻ എന്ന് പറഞ്ഞ ബ്രിട്ടന്റെ ഒരു ലീഡറിനെ കുറിച്ചാണ്. ഓക്കെ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ
ഇറാന്റെ പുതിയ പ്രസിഡന്റിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. മസൂദ് പെസഷ്കിയാൻ. അതിങ്ങനെ പുള്ളിയെ കുറിച്ച് ഞാൻ എഡിറ്റോറിയൽ തന്നെ ഈ റീസെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്, മസൂദ് പെസഷ്കിയാനെ കുറിച്ച്. ഓക്കെ, പിന്നെ അവിടെ വേറെ അവിടെ അർജന്റീനയുടെ പ്രസിഡന്റിന്റെ ഒരു ഡിസിഷൻ ഉണ്ട്. അർജന്റീനയുടെ പ്രസിഡന്റ് ഹമാസിനെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തു എന്നൊരു ന്യൂസ് കാണാം. അർജന്റീനയുടെ പ്രസിഡന്റ് ആണ് ജാവിയർ മിലേയി. ജാവിയർ മിലേയി അർജന്റീനയുടെ പ്രസിഡന്റ് ആരാണ്? ജാവിയർ മിലേയി. അതിനടുത്ത പേജിൽ പോകുമ്പോ വിംബിൾഡൺ വിൻ ചെയ്ത പുരുഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് കാർലോസ് അൽക്കാരസ് ആണ്. വനിതയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ബാർബറ ബാർബറ ക്രജിക്കോവ. അവരെ പേര് വായിക്കാനെ കുറച്ച് പാടാണ്. KRAJCIKOVA ക്രജിക്കോവ, ബാർബറ ക്രജിക്കോവ. അവര് എനിക്ക് തോന്നുന്നു ചെക്ക് റിപ്പബ്ലിക് ആണ്. ബാർബറ ക്രജിക്കോവ അവരാണ് വിംബിൾഡന്റെ ഫീമെയിൽ ടൈറ്റിൽ വിൻ ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വേറെ ഒന്നും അവിടെ പറയാനില്ല. ആകെപ്പാടെ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് ന്യൂസ് പേപ്പേഴ്സ് ഞാൻ ഒരുവിധം അതിലുള്ള കാര്യം, പൊതുവെ ന്യൂസ് ഡിസ്കഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ കുറവായിരുന്നു ഈ 2 ദിവസത്തെ പത്രത്തിനും. അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.